അഫോർഡബിൾ ഫീസിൽ എല്ലാ അംഗീകാരങ്ങളോടും കൂടി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. തിയറിയും പ്രാക്ടിക്കലും അടങ്ങുന്ന മിക്സ്ഡ് കോംബോയാണ് നഴ്സിംഗ് പഠനം എന്നുള്ളത്. മെഡിക്കൽ കോളേജുകളിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് കുട്ടി അറിഞ്ഞിരിക്കേണ്ട ശരീരഘടനയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഇവിടെ സ്കിൽ ലാബ് GR മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും ഓരോ ഓർഗൻസും ഇഴകീറി നമുക്ക് പഠിച്ചെടുക്കാം. ലൈബ്രറികളാണ് ഏതൊരു ക്യാമ്പസിന്റെയും പൂന്തോട്ടം എന്നറിയപ്പെടുന്നത്. നാളെയുടെ ഐസക് ന്യൂട്ടനും അബ്ദുൽ കലാമും ഉദിച്ചുയരുന്നത് ഇതുപോലത്തെ ലൈബ്രറികളിൽ നിന്ന്. ഈ GR മെഡിക്കൽ കോളേജിലെ ലൈബ്രറിയുടെ പ്രത്യേകത വിശാലമായ സൗകര്യമാണ്. ഇൻഡിവിജ്വൽ സ്റ്റഡിക്കാണെങ്കിലും ഗ്രൂപ്പ് സ്റ്റഡിക്കാണെങ്കിലും വളരെ വിശാലമായ സൗകര്യം GR മെഡിക്കൽ കോളേജിൽ. ഹായ് ഓൾ, ഞാൻ ഡ്രീമ റോസ്. ഞാൻ വയനാട് ജില്ലയിലാണ്. 12th കഴിഞ്ഞിട്ട് ഞാൻ BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന ടൈമിനാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് GR മെഡിക്കൽ കോളേജിൽ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നഴ്സിംഗ് കോളേജസും മെഡിക്കൽ കോളേജസും ഒക്കെ പോയി കണ്ടു. അങ്ങനെ ഞാൻ ലാസ്റ്റ് മാംഗ്ലൂർ GR മെഡിക്കൽ കോളേജിലെത്തി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആണ്. കോളേജൊക്കെ നല്ലതാണ്. താങ്ക് യു. എബ്രഹാം മൊസ്ലർ, ഭരതനാട്യം തുടങ്ങിയ സിനിമകളിലും ഒരുപാട് സീരിയലുകളിലും അഭിനയിച്ച അതുല്യാണ് നമ്മുടെ കൂടെ. ഈ വർഷം BSc നഴ്സിംഗിന് GR മെഡിക്കൽ കോളേജിൽ ചേരുകയാണ്. അതുല്യ, എന്താണ് GR മെഡിക്കൽ കോളേജ് എടുക്കാനുള്ള കാരണം? മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരുപാട് കോളേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിനായിട്ട് കണ്ടെന്താ വെച്ചാൽ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അപ്രൂവൽ കിട്ടിയ കോളേജാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജും ഇതിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെ, പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. Now we are with Asha Madam, Assistant Professor of this medical college. Madam, which department is this and what experiments you are teaching here? This is Department of Physiology and here we are teaching about the hematology. Hematology means experiments of blood. Okay, so here we are doing RBC count, WBC count, hemoglobin, estimation of hemoglobin and your bleeding time, clotting time. Those things we are dealing in this department. So hematology department means dealing of blood. Yes. And part of that we are doing clinical experiments also here, and these are the clinical beds here. So in that we are checking CVS, experiment of CVS, RS and cranial nerves. Those things comes under clinical experiments. Before going to practical training, they will study. Yes, sir, this is the basic thing. Yes, they should know this. Yes. So bleeding time, clotting time and RBC count, everyone should know that. Means your BSc nursing students and BPT students and your MBBS students also, they should know this. So this is the basic thing for first them. year. Yes, yes, sir. For MBBS, this is only for first year. BSc, this BMLT and all, this will carry for the second year. ഞാൻ ഷംന ഫിബിൻ, വയനാട് നിന്നാണ് വരുന്നത്. വിദ്യാധനം സ്കോളർഷിപ്പിലൂടെയാണ് ഞാൻ GR മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. കുറെ നഴ്സിംഗ് കോളേജസ് ഒക്കെ നോക്കിയിരുന്നു +2 കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ GR മെഡിക്കൽ കോളേജിൽ 50,000 രൂപ സ്കോളർഷിപ്പോട് കൂടി ഞാനിവിടെ അഡ്മിഷൻ എടുത്തു. ഇവിടെ ഹാപ്പിയാണ്. ഫാർമക്കോളജിയിലെ പ്രാക്ടിക്കൽ ലാബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓരോ ബോഡിയിലും ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് ഇഞ്ചക്ഷൻ വെക്കേണ്ടത്, അതുപോലെ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യേണ്ടതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ എക്സ്പെരിമെന്റ്സ് ആണ്, റിയൽ എക്സ്പെരിമെന്റ്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിലവിൽ 60 സീറ്റുകളാണ് GR മെഡിക്കൽ കോളേജിലുള്ളത്. അടുത്ത വർഷത്തേക്ക് 90 സീറ്റുകൾ കൂടി യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 150 സീറ്റുകളുമായി GR മെഡിക്കൽ കോളേജ് അടുത്ത വർഷം വലിയൊരു സ്റ്റുഡൻസിൻ്റെ ശൃംഖല സൃഷ്ടിക്കുകയാണ്.
2025-26 ബാച്ചിലേക്കുള്ള നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.